നമസ്കാരം. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു സീരീസാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ. അത് മാർച്ചിൽ നടത്തിയതും അതേപോലെ സേ നടത്തിയ ചോദ്യപേപ്പറുകളും നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സീരീസ് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ ഒരു കാര്യം ഉറപ്പ് തരാം. 80% തൊട്ട് 90% ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഇനി വരാൻ പോകുന്ന മാർച്ച് എക്സാമിന് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. അതിന് യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ സീരീസ് ഫോളോ ചെയ്യുക. ഇത് കാണാൻ ശ്രമിക്കുക. നോട്ട് എഴുതിയെടുക്കുക. ഇനി നോട്ട് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട് വേണമെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന നോട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഞാൻ നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 കഴിഞ്ഞ വർഷം മാർച്ചിൽ നടത്തിയ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ടതിന് ശേഷം ഓരോ ചോദ്യങ്ങളും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ചോദ്യപേപ്പർ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ. അപ്പോൾ മാർച്ച് 2025 ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സുകാരുടെ എക്സാം നടത്തിയ ചോദ്യപേപ്പറാണിത്. അപ്പോൾ ഇതിനകത്ത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സും അതേപോലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ 4 ഭാഗങ്ങളായിരിക്കും ഒരു ചോദ്യപേപ്പറിൻ്റെ ഡിസ്കഷൻ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് 1 ചോദ്യങ്ങളാണ്. പാർട്ട് 1ൽ വളരെ ചെറിയ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ 1 മാർക്ക് ചോദ്യങ്ങളാണ് അല്ലേ. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് 6 ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ 6 ചോദ്യങ്ങളും ഉത്തരങ്ങളും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉത്തരം ആയതെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ട പാർട്ട് 1 ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ചോദ്യപേപ്പറിൽ പറഞ്ഞിരിക്കുന്ന 1 തൊട്ട് 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ചോദ്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വെച്ചാണ് ചോദ്യപേപ്പറിൽ. അപ്പോൾ നമ്മളിവിടെ 6 ചോദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം. നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്പർ സിസ്റ്റം. അതിനകത്ത് ഡെസിമൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 8 ആണ്. എങ്ങനെയാണ് 8 വന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഒന്ന് അറിഞ്ഞൂടാത്തവരോ മറന്നുപോയവരോ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് എന്താണ് നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര ബേസിക് ഡിജിറ്റുകളാണ്? 0 to 9. ടോട്ടൽ എത്രയാണ്? 10 ഡിജിറ്റുകൾ. 0 to 9 സിമ്പലുകൾ അടങ്ങിയിരിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്തോ ബൈനറിക്കകത്ത് എന്താണ് 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ സിമ്പൽ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് എത്രയാണ്? 0 to 7 വരെയുള്ള നമ്പറുകളാണുള്ളത്. ടോട്ടൽ സിമ്പലുകൾ എത്രയാണ്? 8 ആണ്. അതേപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് എത്രയാണ്? 0 to 9 കൂടാതെ പിന്നെ എത്ര ഉണ്ട്? A, B, C, D, E, F. ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 0 to 9 വരെ 10, 11, 12, 13, 14, 15, 16 അങ്ങനെ 16 ഡിജിറ്റുകളുണ്ട് അല്ലേ. 16 സിമ്പലുകളുണ്ട്. അപ്പം ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള അടിസ്ഥാന സംഖ്യകളുടെ എണ്ണമാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്തുള്ള അടിസ്ഥാന സംഖ്യകൾ 0 തൊട്ട് 9 വരെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസ് 10 ആണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന സംഖ്യകൾ 0ഉം 1ഉം മാത്രമാണ്. അതിൻ്റെ ബേസ് 2 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന സംഖ്യകൾ 0 തൊട്ട് 7 വരെയുള്ളതാണ്. 8 എണ്ണമാണ് അതിൻ്റെ അടിസ്ഥാന സംഖ്യകളുടെ എണ്ണം. അതുകൊണ്ട് അതിൻ്റെ ബേസ് 8 ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാന സംഖ്യകൾ എന്ന് പറയുന്നത് എത്രയാണ്? 16 എണ്ണമാണ്. സോ അതിൻ്റെ ബേസ് എത്രയാണ്? 16 ആണ്. അപ്പോൾ ഏത് നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ചോദിച്ചാലും അതിനനുസരിച്ച് എഴുതണം. ഓക്കെ. അടുത്തത് വിച്ച് ഇൻപുട്ട് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു വാല്യൂ ആൻസർ പേപ്പർ ഇൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ. നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനകത്ത് എന്താ ഒരു ചോദ്യം കാണും. അതിനകത്ത് എന്താണ് ഓപ്ഷൻസ് കാണും. ഒരു 4 ഓപ്ഷൻസ് കാണും. ഇപ്പോൾ ഇതാണ്ട് ഈ ചോദ്യം പോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ശരിയാവുന്നത്. അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം നമുക്ക് സാധാരണ OMR എന്ന് പറയുന്നൊരു ഷീറ്റുണ്ട്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഷീറ്റുകളുണ്ട്. ആ ഷീറ്റിനകത്താണ് എക്സാമുകൾ നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ വാല്യൂ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ OMR ഷീറ്റുകൾ വാല്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റീഡറിൻ്റെ പേര് OMR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു ഷീറ്റിനകത്ത് ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നേരെ എ ബി സി ഡി 4 ഓപ്ഷൻസ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ എല്ലാം ഇങ്ങനെ സർക്കിളുകൾ കാണും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് നേരെയും ഇങ്ങനെ സർക്കിളുകൾ കാണും. ചോദ്യപേപ്പർ വേറെയും ഉത്തരക്കടലാസ് വേറെ ആയിരിക്കും. അപ്പോൾ ഉത്തരക്കടലാസിനകത്ത് ഇങ്ങനെ 4 സർക്കിളുകൾ കാണും. നാലാമത്തെ ചോദ്യത്തിന് നേരെയും 4 സർക്കിളുകൾ കാണും. അപ്പോൾ നമ്മൾ ചോദ്യപേപ്പർ വായിക്കുന്നു, എന്നിട്ട് ആൻസർ ഷീറ്റിനകത്ത് ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ആൻസർ ഷീറ്റിനകത്ത് ഇപ്പോൾ എന്താണ്ട് ഈ ചോദ്യം ഇതിനകത്ത് എത്രയാണ്? മൂന്നാമത്തതാണ് നമ്മുടെ. ഇപ്പോൾ എ ബി സി ഡി ആണെന്ന് വിചാരിക്കുക. എ ബി സി ഡി ആണ് സി ആണ് ഇതിൻ്റെ ഉത്തരമെങ്കിൽ നമ്മൾ ഈ സി കറപ്പിക്കും. ഇങ്ങനെ ആ ഉത്തരക്കടലാസിനകത്ത് പേന കൊണ്ട് ഇങ്ങനെ ആ സർക്കിൾ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വായിക്കുമ്പോൾ അതിൻ്റെ എ ആണെങ്കിൽ എ നമ്മൾ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. എ എന്ന് പറയുന്ന സർക്കിൾ ഫില്ല് ചെയ്യും. മൂന്നാമത്തെ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ബി ആണെങ്കിൽ ബി ഫില്ല് ചെയ്യും. നാലാമത്തെ ചോദ്യം വായിക്കുന്നു, അറിയില്ലെങ്കിൽ നമ്മളൊന്നും ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡാണ്. അപ്പോൾ ഇങ്ങനൊരു ഷീറ്റ് ഉണ്ടാവും. ഈ ഷീറ്റ് പ്രത്യേക രീതിയിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഷീറ്റായിരിക്കും. അപ്പോൾ ഈ ഷീറ്റിനെ നമ്മൾ ഈ ഡിവൈസിനകത്തൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ ലൈറ്റ്, ഇതിനകത്തോടെ ലൈറ്റൊക്കെ കടത്തി വിടുന്നുണ്ട്. ഞാനൊരു ടെക്നിക്കലൊന്നും പറഞ്ഞില്ല. അപ്പം എവിടെയൊക്കെയാണ് ഈ നമ്മൾ ബബിൾ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് ഈ ഷീറ്റിന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നിൻ്റെ ബബിൾ ചെയ്തിരിക്കുന്നത് സി ആണോ? അങ്ങനെ ഒരു മനുഷ്യനിത് എടുക്കുന്ന സമയത്തിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ ഈ മാർക്ക് റീഡർ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ബാർകോഡ് റീഡർ എന്തിനാണ്? നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന നമ്മുടെ ഡിവൈസിനകത്ത് ഇങ്ങനെ കാണുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് MICR, മാഗ്നറ്റിക് ഇൻഡ് ക്യാരക്ടർ റീഡർ. ഇത് നമ്മൾ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നതാണ് MICR. ചെക്കിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് MICR. ജോയിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഗെയിം പ്ലേ ചെയ്യാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, the program written by one person may need to be modified by some other person in future. Which phase of programming will be helped for this? അതായത് ഒരു പ്രോഗ്രാം ഒരാൾ എഴുതുന്നു, നമ്മൾ പ്രോഗ്രാം എഴുതുന്ന പ്രോഗ്രാമർ ഒരാൾ എഴുതുന്നു. കുറച്ച് നാൾ കഴിയുമ്പം മറ്റൊരാൾക്ക് അതിനകത്ത് എന്തെങ്കിലും തിരുത്തൽ വരുത്തണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണം, അല്ലെങ്കിൽ മറ്റൊരാൾ പിന്നീട് അതെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്താണ് ആ പ്രോഗ്രാമിനകത്ത് ചെയ്തു വെക്കാൻ പറ്റുന്നത്? പ്രോഗ്രാം എന്ന് വെച്ചാൽ കുറേ കോഡുകളാണ്, ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ വേറൊരാൾ വായിച്ച് മനസ്സിലാക്കാൻ, കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഹിൻറ്റ് പോലെ, നമുക്ക് നോട്ട് പോലെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് കോഡാവാൻ പാടില്ല. കോഡായി കഴിഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ തെറ്റിദ്ധരിച്ചിട്ട് അത് എററായിട്ട് പോകും. നമ്മൾ നമ്മുടെ സെൻറ്റൻസിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണ്? അത് കോഡിൻ്റെ ഭാഗമാകുകയും ചെയ്യരുത്. എന്നാൽ ഭാവിയിൽ ആ കോഡ് എടുത്ത് വായിക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടെക്സ്റ്റ് വായിക്കുകയാണ്, ഇപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടേതായ സെൻറ്റൻസിൽ മലയാളത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പടം വരച്ചൊക്കെ വെക്കാറില്ലേ? അതെന്തിനാണ്? പിന്നീട് അത് വായിക്കുമ്പോൾ മനസ്സിലാവാനാണ്. അത് ടെക്സ്റ്റിൻ്റെ ഭാഗമല്ല. ടെക്സ്റ്റിനകത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകളല്ലാതെ നിങ്ങൾ എഴുതി വെക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു പ്രോഗ്രാം എഴുതുമ്പം അത് മറ്റൊരാൾ പിന്നീട് അത് വായിക്കുമ്പോൾ മനസ്സിലാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാനോ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളതാണ്. അപ്പം ദ പ്രോഗ്രാം റിട്ടൺ ബൈ വൺ പേഴ്സൺ മേ നീഡ് ടു ബി മോഡിഫൈഡ് ബൈ സം അതർ പേഴ്സൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ആരെങ്കിലും മോഡിഫൈ ചെയ്യേണ്ടി വരുന്നത്. വിച്ച് ഫേസ് ഓഫ് പ്രോഗ്രാമിംഗ്? ഇത് പ്രോഗ്രാമിങ്ങിൻ്റെ ഏത് ഘട്ടമാണ് ഇതിനെ സഹായിക്കുന്നത് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഫേസിലാണ്. ഇവിടെ 2 ടൈപ്പ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷനും അതേപോലെ എന്താണ് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ 2 ഡോക്യുമെൻറ്റേഷൻ ഈ ഒരു ഘട്ടത്തിൽ തയ്യാറാക്കുന്നുണ്ട്. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോഡിനോടൊപ്പം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു, സെൻറ്റൻസുകൾ ആഡ് ചെയ്യുന്നതിനാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ തയ്യാറാക്കിയ ഒരു ബുക്ക് മറ്റൊരു ബുക്കാക്കി തയ്യാറാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ TV, ഫ്രിഡ്ജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റിക്കറുകൾ കാണും. ആ ഡിവൈസിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ചില ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ. അതിന് നമുക്ക് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ. എന്നാൽ അത് മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടും, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബുക്ക്ലെറ്റ് കിട്ടും. അതിനെ നമുക്ക് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ പറയാം. ഓക്കെ, അപ്പം ഈ ഡോക്യുമെൻറ്റേഷൻ ഫേസ്, അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ കൃത്യമാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ തിരുത്താനോ വായിച്ച് മനസ്സിലാക്കാനോ ഒക്കെ പറ്റും. നാലാമത്തെ ചോദ്യം, ദ നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ ഈസ് നോൺ ആസ്. ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേര്, പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രോഗ്രാമിനകത്ത് നമ്മൾ പ്രോഗ്രാം ഇടുന്ന അവസരത്തിൽ നമുക്ക് പലപ്പോഴും വാല്യൂസ് ഇടേണ്ടി വരും. വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി. ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്യണം, അപ്പോൾ എന്ത് ചെയ്യണം? 2 നമ്പർ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും പലപ്പോഴും മെമ്മറി ലൊക്കേഷൻസ് ആവശ്യമായിട്ട് വരും. അങ്ങനെ നമ്മൾ ആ മെമ്മറി ലൊക്കേഷൻസിൻ്റെ നമ്പരല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനൊരു പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മെമ്മറി ലൊക്കേഷന് പേര് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന ആ മെമ്മറി ലൊക്കേഷനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ദ നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ അല്ലേ. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരുകളാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. പേര് കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന അവസരത്തിൽ നമ്മൾ ഇൻറ്റ് A, B എന്നൊക്കെ എഴുതി വെക്കത്തില്ലേ?
അപ്പോൾ ഇൻഡ്യ എ കോമ ബി എന്നൊക്കെ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെമ്മറിക്കകത്ത് എ എന്ന് പറയുന്ന എന്താണ് ലൊക്കേഷൻ അവിടെ ക്രിയേറ്റ് ആവുന്നു, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പേരിൽ ക്രിയേഷൻ. അപ്പോൾ എയും ബിയും എന്താണ്? വേരിയബിളാണ്. എയും ബിയും എന്താണ്? വേരിയബിളാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, ബി എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളാണ്. ഓക്കെ. Predict the output of the following C++ code segment if the value of A is 10. എയുടെ വാല്യൂ 10. ഇവിടെ രണ്ട് ലൈൻ ഓഫ് കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എയുടെ വാല്യൂവും പറയുന്നുണ്ട്. എയുടെ വാല്യൂ 10 ആണെങ്കിൽ ഇത് കഴിയുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് C ഈസ് ഈക്വൽ ടു A++ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര ഓപ്പറേഷൻ ഉണ്ട്? ഒന്ന് A++ നടക്കണം, പിന്നെ ഇവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. രണ്ട് ഓപ്പറേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നടക്കുന്ന ഓപ്പറേഷൻ ഈക്വൽ ടു ഓപ്പറേഷൻ ആണോ അതോ പ്ലസ് പ്ലസ് ഓപ്പറേഷൻ ആണോ എന്നുള്ള കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി. ഇവിടെ ആദ്യം നടക്കുന്ന ഓപ്പറേഷൻ C ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ആദ്യം നടക്കുന്നത്. അത് കഴിഞ്ഞാണ് A++ നടക്കുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഇവിടെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. നമുക്കറിയാം പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ഒരു യൂണറി ഓപ്പറേറ്റർ ആണ്. യൂണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓപ്പറാൻഡ് മാത്രം മതി. ഇപ്പോൾ A++ എന്ന് എഴുതുമ്പോൾ ഇതിനകത്ത് ഓപ്പറാൻഡ് ഏതാണ്? ഈ ഒരു ക്രിയയിൽ ഉൾപ്പെടുന്ന ഈ വേരിയബിൾസിനെ അല്ലെങ്കിൽ വാല്യൂസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും രണ്ട് ഓപ്പറാൻഡുകളാണ്. അപ്പോൾ ഈ പ്ലസിന് എത്ര ഓപ്പറാൻഡ് വേണം? രണ്ട് ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ അഡീഷൻ നടത്താൻ പറ്റും. എന്നാൽ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പോലെയുള്ള ഓപ്പറേറ്റർ യൂണറി ഓപ്പറേറ്ററാണ്. ദാറ്റ് മീൻസ് ആ ഓപ്പറേറ്ററിന് ഒരു ഓപ്പറാൻഡ് മാത്രം മതിയാവും ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്നിരിക്കുന്ന ഈ A++ ഓപ്പറേറ്ററിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്ലസ് പ്ലസും മൈനസ് മൈനസ് ഉപയോഗിക്കാം. A++ എന്ന് ഉപയോഗിക്കാം, പ്ലസ് A എന്ന് ഉപയോഗിക്കാം. രണ്ടും ഒരേ ക്രിയ തന്നെയാണ് ചെയ്യുന്നത്. എയുടെ വാല്യൂ എന്താണോ അതൊന്ന് കൂട്ടുക. അപ്പോൾ എയുടെ വാല്യൂ 10 ആണെങ്കിൽ 11 ആക്കുക എന്നുള്ളതാണ് രണ്ടും ചെയ്യുന്ന പ്രവൃത്തി. പക്ഷേ ഇതൊരു ഒരു 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 എന്താ പറയുന്നത്, ഒരു ക്രിയയ്ക്കകത്ത് ഒരു വലിയ ക്രിയയ്ക്കകത്ത് ഉപയോഗിക്കുമ്പോൾ ഈ പ്രീ ഇൻക്രിമെൻറ്റ്, ഇതിനെയാണ് നമ്മൾ പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. പോസ്റ്റും പ്രീയും. അപ്പോൾ പ്രീ ഇൻക്രിമെൻ്റ് ആണോ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണോ നോക്കണം. പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്, പോസ്റ്റ് എന്ന് വെച്ചാൽ വേരിയബിളിന് ശേഷം എഴുതുന്നതിനാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റ് ഡിക്രിമെൻ്റ് ആയാലും ഇൻക്രിമെൻ്റ് ആണെങ്കിലും ആദ്യം നടക്കുന്നത് എന്തായിരിക്കും? ഈ എയുടെ വാല്യൂ എന്താണോ ആ വാല്യൂ, അതായത് ഈ ഇൻക്രിമെൻ്റ് നടക്കുന്നതിന് മുമ്പ് എയുടെ വാല്യൂ എന്താണോ ആ വാല്യൂ ഉപയോഗിച്ച് ആ ഒരു ഇക്വേഷൻ പെർഫോം ചെയ്തതിന് ശേഷം, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ A++ ഓപ്പറേഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് എയുടെ 10 ആയിട്ടുള്ള എയുടെ വാല്യൂ സിക്ക് കൊടുത്തതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? എയുടെ വാല്യൂ 11 ആവുന്നത്. അപ്പോൾ സിക്ക് കിട്ടുന്ന വാല്യൂ 10 ആയിരിക്കും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ C ഈസ് ഈക്വൽ ടു A++ എന്ന് പറയുമ്പം ആദ്യം എയുടെ വാല്യൂ ഇപ്പോൾ എന്താണ് പറയുന്നത്? 10 ആണ്. ആ 10 എന്ന് പറയുന്ന വാല്യൂ സിന് കൊടുക്കും. അപ്പോൾ സിയുടെ വാല്യൂ എത്രയായി? 10 ആയി. സിയുടെ വാല്യൂ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറിയിട്ടുണ്ട്. സിയുടെ വാല്യൂ 10 ആണ്. അതിനുശേഷം രണ്ടാമത് എയുടെ വാല്യൂ എത്രയായിട്ട് മാറി? 11 ആയിട്ട് മാറി. അപ്പോൾ എയുടെ വാല്യൂ ഇപ്പോൾ 11ഉം സിയുടെ വാല്യൂ 10ഉം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് എന്താ? രണ്ടാമത്തെ ലൈനകത്ത് പ്രിൻറ്റ് ചെയ്യുന്നത് സിയുടെ വാല്യൂ ആണ്. സിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? 10 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. കാര്യം സിക്ക് 11 കിട്ടിയില്ല. സിക്ക് 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തതിന് ശേഷമാണ് എയുടെ വാല്യൂ 11 ആവുന്നത്. ഓക്കെ. അപ്പം അടുത്തത്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്? വളരെ സിമ്പിൾ ഒരു ചോദ്യമായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. വിൻഡൻ ഗ്രേ സർഫ് എന്നാണ്. വിൻഡൻ സർഫ് എന്നും ചുരുക്കി പറയാറുണ്ട്. വിൻഡൻ ഗ്രേ സർഫ് എന്നാണ്. ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിർത്തുന്നു. പാർട്ട് 1 ആയിരുന്നു. ചെറിയ കുറച്ച് ചോദ്യങ്ങളായിരുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലെ പാർട്ട് 2 ഡിസ്കസ്